ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഒരു എഡിറ്റർ ആണെങ്കിൽ എന്തായാലും ഈ വീഡിയോ മിസ് ചെയ്യേണ്ട. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ട്രിക്കും കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലും ഉണ്ടാവും. അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് ആണ്. നമ്മളൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള ആ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി വരും, മെറ്റീരിയൽസ് നമുക്ക് വേണ്ടി വരും. അപ്പം നമ്മൾ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഓണം റിലേറ്റഡ് പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അത് എന്തായാലും ഒരു മാവേലിയുടെ ഇമേജ് വേണ്ടി വരും. ഈ ഒരു ട്രെൻഡിനനുസരിച്ച് അപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ട്രെൻഡിനനുസരിച്ചുള്ള മാവേലി വേണ്ടി വരും നമുക്ക് ഈ ഒരു പോസ്റ്ററിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം നമുക്ക് AI ഉപയോഗിച്ച് കറക്റ്റായിട്ട് ആ ഒരു ഇമേജസ് എങ്ങനെ ജനറേറ്റ് ചെയ്തെടുക്കാനാണ് നോക്കാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾ ഒരു AI ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് മാവേലി ഇമേജ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് മാവേലിയുടെ ഇമേജ് കിട്ടത്തില്ല. അപ്പം നമ്മൾ അതിനായിട്ട് കറക്റ്റ് പ്രോംപ്റ്റ് കൊടുക്കണം. പ്രോംപ്റ്റ് എന്താ വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട്, നമ്മൾ AIക്ക് കൊടുക്കുന്ന ഇൻപുട്ട് എന്താണ് നമുക്ക് ഔട്ട്പുട്ട് വേണ്ടത്, നമുക്ക് എങ്ങനത്തെ ഇമേജ് ആണ് വേണ്ടതെന്ന് കറക്റ്റായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതിനാണ് പ്രോംപ്റ്റ് എന്ന് പറയുക. അപ്പം നമ്മൾ കറക്റ്റ് പ്രോംപ്റ്റ് കൊടുത്താലേ നമുക്ക് ഈ ഒരു ഇമേജസും കാര്യങ്ങളും കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് AI ഉപയോഗിച്ച് നമുക്ക് വേണ്ട തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ജനറേറ്റ് ചെയ്തെടുക്കാമെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. അപ്പം നിങ്ങൾ നേരെ ക്രോം ഓപ്പൺ ചെയ്യുക, ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. ഓക്കെ, അപ്പം നമ്മൾ ക്രോം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ക്രോം ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു styler.ai എന്ന് പറയുന്ന വെബ്സൈറ്റ് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്കാണ് വരിക. ഇത് നമ്മൾ ഫോണിൽ യൂസ് ചെയ്യാൻ കുറച്ച് പാടാണ്, എന്നാലും നമുക്ക് ഉപയോഗിക്കാം. ഇമേജസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ എന്താ പറയുക, സിസ്റ്റത്തിലാണെങ്കിൽ പക്ക ലാഗും കാര്യങ്ങളൊന്നും ഇല്ലാതെ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഫോണിൽ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു പ്രശ്നം ഇടയ്ക്ക് വരുന്നുണ്ട്. പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് പൊസിഷനും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു വെബ്സൈറ്റിലേക്ക് വന്നിട്ട് ഇവിടെയായിട്ട് ന്യൂ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർഫേസ്, ഈ ഒരു എഡിറ്റിംഗ് പാനൽ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു റെഡ് മാർക്കിൻ്റെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് ഒരു ചെറിയൊരു ആരോ മാർക്ക് കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാൻവാസിൻ്റെ സൈസ് മാറ്റാൻ പറ്റും. നിങ്ങൾക്ക് ഏത് സൈസിലുള്ള ക്യാൻവാസ് ആണ് വേണ്ടത് ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ക്യാൻവാസ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 3:4 സെലക്ട് ചെയ്താണ്. എന്നിട്ട് അവിടെ ആയിട്ട് അപ്ലൈ എന്ന് കൊടുക്കാം. അപ്പം നമ്മുടെ ഒരു ക്യാൻവാസ് വന്നിട്ട് 3:4 ആവുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് നമുക്ക് വേണ്ട ഇമേജസും കാര്യങ്ങളും ഇമ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് നിങ്ങൾ ഇമേജ് ടു ഇമേജ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ, ജസ്റ്റ് ഈ ഒരു ഇമ്പോർട്ട് ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇവിടെ 2-3 ഇമേജസ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാനൊരു മാവേലിയുടെ ഇമേജ് ആണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ആവശ്യം എന്താണോ ആ ഒരു ഇമേജ്, നമ്മളിപ്പോൾ ഒരു ഓണത്തിൻ്റെ പരിപാടിയാണെങ്കിൽ നമ്മൾ എന്തായാലും ഓണം റിലേറ്റഡ് മാവേലി ഇമേജ് എന്ന് പറഞ്ഞ് നെറ്റിൽ സെർച്ച് ചെയ്യുമല്ലോ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ജസ്റ്റ് ഒരു ഔട്ട്പുട്ട് ഇമേജ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഇതാ ഇപ്പം ഞാൻ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ വേറൊരു ഇമേജ് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു ക്രിസ്മസ് പാപ്പായുടെ ഇമേജ് ഞാൻ സെലക്ട് ചെയ്യാണ്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു ഇമേജ് ഇമ്പോർട്ട് ആവുന്നുണ്ട്. ഇതേപോലെ നിങ്ങളെ റിലേറ്റഡ് കണ്ടന്റിൻ്റെ ഇപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഇമേജ് കാണുകയാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഇമേജ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു എഡിറ്റിംഗ് പാനലിലേക്ക് ജസ്റ്റ് ഈ ഒരു ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് അതിൻ്റെ സൈസ് കറക്റ്റായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ അതിൻ്റെ ഒരു സൈസ്, ഇതിൽ ആകെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു എഡിറ്റിംഗ് പാനലിൽ നമുക്ക് എന്താ പറയുക, കറക്റ്റായിട്ട് ഇടയ്ക്ക് കിട്ടത്തില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഫോണിൽ ചെയ്യുന്ന സമയത്ത് ഓക്കെ ഏകദേശം ഞാൻ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇമേജ് ടു ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു പേജ് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ പ്രോംപ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ചെറിയൊരു ഏരോ മാർക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഈ ഒരു ഏരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ആ ഒരു ഇമേജ് AI ചെക്ക് ചെയ്തിട്ട് AI തന്നെ ഒരു പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്ത് എടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഒരു ഓട്ടോ പ്രോംപ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഈ ഒരു കുറച്ച് ടൈം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ AI തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു പ്രോംപ്റ്റ് റെഡി ആക്കിയിട്ടുണ്ട്. അല്ലാത്ത പക്ഷം നമ്മൾ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കണം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടത്തില്ല. അപ്പോൾ അത് അവിടെ കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് എന്താ പറയുക, ഓൺ ബൈക്ക് എന്നൊക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് ക്രിസ്മസ് പാപ്പായുടെ ഇമേജ് ബൈക്കിൽ ഇരിക്കുന്ന പോലെ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ ചേഞ്ചും കാര്യങ്ങളൊന്നും വേണ്ട. ഇവിടെ നിങ്ങൾക്ക് ഏത് മോഡലിലാണ് വേണ്ടതെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ റിയലിസ്റ്റിക്കിനെ സെലക്ട് ചെയ്ത് കൊടുത്തു. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുപാട് മോഡലുണ്ട്, നിങ്ങൾക്ക് അതിൽ ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് ഏറ്റവും അടിയിലൊരു ബട്ടൺ കാണാൻ പറ്റും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് അതൊന്ന് 100 ആവുന്ന വരെ നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് 4 സിമിലർ ഇമേജസ് അവിടെ ജനറേറ്റ് ആയി വരുന്നതായിരിക്കും. അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതാണ്.
ഓക്കെ, അപ്പം നമുക്ക് സിമിലർ ആയിട്ടുള്ള 4 ഇമേജസ് ജനറേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കതിൽ വേണ്ട ഒരു ഇമേജസ് നമ്മൾ ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ റിയലിസ്റ്റിക് എന്ന് ടൈപ്പ് ചെയ്തുകൊണ്ടാണ് നമുക്കൊരു ഹ്യൂമൻ ഇതിലുള്ള എന്താ പറയുക ബോഡിയിലുള്ള കറക്റ്റ് ഇമേജ് വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളൊരു ഇമേജ്, ഇതിൽ ഇഷ്ടപ്പെട്ടൊരു ഇമേജ് സെലക്ട് ചെയ്തു. ഓക്കെ, ഈ ഒരു ഇമേജ് ഞാൻ സെലക്ട് ചെയ്തു. ഇനി നമ്മളിത് പ്ലേസ് ഓൺ ക്യാൻവാസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാം. അപ്പം നമ്മുടെ ഈ ഒരു ക്യാൻവാസ് ഫസ്റ്റ് ക്യാൻവാസിലേക്ക് ഈ ഒരു ഇമേജ് ആഡ് ആവുന്നതായിരിക്കും. ഓക്കെ, കണ്ടോ? അപ്പോൾ കറക്റ്റായിട്ട് ഈ ഒരു ഇമേജ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സെയിം ഒന്ന് സൈസൊക്കെ ഒന്ന് ഇൻക്രീസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഓക്കെ ഓക്കെ, നമ്മളത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് സിസ്റ്റത്തിലാണ് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇത് ഫോണിലായതിനെ കൊണ്ടാണ് കുറച്ച് ടഫായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇവിടെയായിട്ട് നിങ്ങൾക്ക് എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് ഈ ഒരു എക്സ്പോർട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് PNG ഫയലാണ് PNG ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് JPG ഫയലായിട്ട് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇപ്പോൾ PNG ആയിട്ട് ജസ്റ്റ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുകയാണ്. ഓക്കെ, എക്സ്പോർട്ടിൻ്റെ സമയത്തിന് മുന്നേ നമുക്ക് ഈ ഒരു അടിയത്തെ ലെയർ വന്നിട്ട് ഓഫ് ചെയ്തിടാം. ഓക്കെ, അതാ കറക്റ്റ് ആവുന്നില്ല. ഓക്കെ, കുഴപ്പമില്ല, നമുക്കിത് എക്സ്പോർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ, ഡൗൺലോഡ് അഗെയിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു, ഡീറ്റെയിൽസ് കൊടുത്തു. കണ്ടോ? അപ്പോൾ നമുക്ക് ഈ ഒരു ഇമേജ് ഡൗൺലോഡായി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണ്ട രീതിക്ക് യൂസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇവിടെയായിട്ട് ഇതിൻ്റെ ലോഗോ വന്നിട്ടുണ്ടാകും, ചെറുതായിട്ട് ഡൗൺലോഡായിട്ട് ലോഗോ വന്നിട്ടുണ്ടാകും. പക്ഷെ അത് നമുക്ക് റിമൂവ് ചെയ്യാനുള്ള ഒരുപാട് അപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അത് കൊള്ളാത്ത രീതിയിൽ ക്രോപ്പ് ചെയ്ത ഈ ഒരു ഇമേജ് കളയാം, അല്ലെങ്കിൽ എന്താ ചെയ്യാറ്, നമുക്ക് ഏതെങ്കിലും വെബ്സൈറ്റ് തന്നെ ഉപയോഗിച്ചിട്ട് ഈ ഒരു ലോഗോ റിമൂവ് ചെയ്ത് കളയാം. ഇങ്ങനെയാണ് നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള ഇമേജസ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതൊക്കെ